അന്തരിച്ച വ്യവസായ പ്രമുഖനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റി. വിദേശത്തുള്ള കുടുംബാംഗങ്ങൾ എത്താൻ വൈകുന്നതിനാലാണ് സംസ്കാരം മാറ്റിവെച്ചത്. സംസ്കാരം ഇന്ന് നടത്താനായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. റോയിയുടെ മരണത്തിൽ ആദായനികുതി വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് കുടുംബം. റോയിക്ക് മറ്റ് സാമ്പത്തിക ബാധ്യതകളോ ഭീഷണികളോ ഉണ്ടായിരുന്നില്ലെന്നും IT ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയതെന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. 3 ദിവസമായി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നു. അവർ നൽകിയ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് കുടുംബത്തിന് ബോധ്യമുണ്ട്. ഇന്ന് രാവിലെ എന്നെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അതിനു മുൻപേ ഇങ്ങനെ നടന്നു എന്നാണ് CJ ബാബു പറയുന്നത്. ആദായനികുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി ആബിൽ ദേവും വെളിപ്പെടുത്തി. ഈ മാസം ആദ്യത്തെ ആഴ്ച മുതലാണ് IT വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ പരിഹരിക്കാവുന്നതായിരുന്നു എന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ പ്രധാന മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പരസ്യം നൽകിയതും ഒട്ടേറെ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്തതും റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് പോലും വമ്പൻ മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ തീർത്തും ഒരു ഉദാസീന മനോഭാവമാണുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസികളുടെ റെയ്ഡിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇവിടെ ചാനലുകൾ തീ പിടിപ്പിക്കുമായിരുന്നു. മലയാള മാധ്യമരംഗത്ത് CJ റോയിയെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സ്ഥാപനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഐഡിയ, സ്റ്റാർ സിംഗർ അടക്കമുള്ള അവരുടെ എല്ലാ പ്രോഗ്രാമുകളുടെയും പ്രധാന സ്പോൺസറായിരുന്ന വ്യക്തിയാണ് CJ റോയി. ആദ്യകാലത്ത് പോലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റാണ് വിജയികൾക്ക് റോയി കൊടുത്തത്. എന്നാൽ ആ മനുഷ്യൻ ജീവനൊടുക്കിയപ്പോൾ ഒരക്ഷരം പറയാനില്ലാതെ മറ്റുള്ള വാർത്തകളിലേക്കാണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത്. ശൂന്യതയിൽ നിന്ന് തുടങ്ങി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങളിലൊന്ന് പടുത്തുയർത്തിയ ആളാണ് ഡോക്ടർ CJ റോയി. ഫോർച്യൂൺ 500 കമ്പനിയായ ഹ്യൂലറ്റ് പക്കാർഡിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഒരു പൈസ പോലും കടം എടുക്കാതെയുള്ള ശൈലിയാണ് അദ്ദേഹം പരീക്ഷിച്ചത്. കേരളം, കർണാടക, ദുബായ് എന്നിവിടങ്ങളിലായി 165ഓളം പ്രൊജക്റ്റുകളും 15,000-ലധികം സംതൃപ്തരായ ഉപഭോക്താക്കളും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനുണ്ടായിരുന്നു. സാധാരണ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ പേടിക്കുന്ന ആളൊന്നുമല്ല CJ റോയി. എന്തോ ഗുരുതരമായ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും. പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ഉള്ള വലിയ ബിസിനസ്സുകാർക്ക് സൗത്തിലുള്ള ബിസിനസ്സുകാരോട് ഒരുതരം വിദ്വേഷ മനോഭാവമുണ്ട്. ബിസ്ക്കറ്റ് രാജാവായിരുന്നു മലയാളിയായ രാജൻ പിള്ള. ബ്രിട്ടാനിയ എന്ന ആഗോള ബിസിനസ് ഗ്രൂപ്പിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച കൊല്ലംകാരൻ. എന്നാൽ ബിസിനസ് കുടിപ്പകയിൽ അറസ്റ്റിലായ രാജൻ പിള്ളയെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ രോഗം മൂർച്ഛിച്ച് തീഹാർ ജയിലിലെ സിമൻറ്റ് തറയിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങി. MA യൂസഫലിക്ക് മുന്നേ ലോകമറിഞ്ഞ മറ്റൊരു മലയാളിയായ വ്യവസായി ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ യൂസഫലിയേക്കാൾ ധനികനും പ്രശസ്തനുമൊക്കെ ആകുമായിരുന്നു അയാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായിരുന്ന ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഉടമയായിരുന്ന തക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദ് എന്ന തിരുവനന്തപുരത്തുകാരനാണത്. വർക്കലയിലെ ഉണക്കമീൻ വ്യാപാരിയായിരുന്ന അബ്ദുൾ വാഹിദ് മുസ്ലിയാരുടെ മകൻ തക്കിയുദ്ദീൻ ഇന്ത്യയിലെ തന്നെ അതിസമ്പന്നന്മാരിൽ ഒരാളായി മാറിയതും തൻ്റെ ബിസിനസ്സിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ ദാരുണമായി ദുരൂഹമായി കൊല്ലപ്പെട്ടതും എല്ലാം കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടായിരുന്നു. 30 വെടിയുണ്ടകളാണ് അന്ന് വാഹിദിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മുംബൈ അധോലോകത്തിലെ 2 സംഘങ്ങളുടെ കുടിപ്പകയുടെ ഇരയായി തക്കിയുദ്ദീൻ മാറി എന്നായിരുന്നു പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ. തക്കിയുദ്ദീനെ ചതിച്ചു വീഴ്ത്തിയ ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലും പിന്നീട് ജയിലിലായി. ഗുരുതരമായ രോഗവും തീർത്താൽ തീരാത്ത കടവുമായി ഗതി കിട്ടാതെ അലയുകയാണ് പഴയ ജെറ്റ് എയർവേസ് മുതലാളി നരേഷ് ഗോയൽ.